ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലോക്ക്ഡൗണൊക്കെയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പഴയ കേടായ LED ബൾബുകളൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ട്രിക്സ് ഉപയോഗിച്ച് നമുക്കതെങ്ങനെ നന്നാക്കി എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പലതരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാളിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതൊന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് സ്ഥിരം എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് ഞാനും കടെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കഴിവുകളെ ഇപ്പോൾ നിങ്ങളൊന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അതൊരു മോട്ടിവേഷനായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡയലോഗ് അടിച്ച് കളിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിൽ കയറി അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൂട്ടുകാരുകളിലേക്കും കൂടി ഇത് എത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ഉപകാരമാവാം, ചിലപ്പോൾ എനിക്കതൊരു ഉപകാരമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിക്കളയാം. ഇതുപോലത്തെ ഒരുപാട് ബൾബുകൾ നമ്മൾ ഒന്ന് ലൈറ്റ് ഒന്ന് ഡിം കഴിഞ്ഞാൽ നമ്മളതൊക്കെ എടുത്ത് പറമ്പിലേക്കോ അതുപോലെ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാദ്യം ഒഴിവാക്കണം. ആദ്യം നമ്മൾ സംസ്കരിക്കേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ സംസ്കരിച്ചില്ലെങ്കിൽ ഭാവിയിലോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ കയറുന്ന സമയത്ത് നമ്മൾ കാലിലൊക്കെ തുളച്ച് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബൾബുകൾ എടുത്തു വെക്കാം. ലോകത്തിലെ ഒരു സാധനവും നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങളില്ല. എല്ലാ സാധനങ്ങളും എന്ത് സാധനങ്ങളും അതിൻ്റെ ഉപയോഗം വരുന്ന സ്ഥാനത്ത് ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും അത് ചില സമയത്ത് നമുക്ക് വളരെ ഉപകാരത്തിലേക്ക് എത്തുന്ന ഒരു സംരംഭങ്ങൾ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോൾഡറിങ് അയൺ, അതിൻ്റെ ലെഡ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഹോൾഡർ, നമ്മളൊരു എക്സ്റ്റൻഷൻ ബോക്സിൽ ഒരു ഹോൾഡർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഏതെങ്കിലും ബൾബ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് പൊളിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ മരക്കഷ്ണമോ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് പൊളിഞ്ഞിട്ടാണ്. പിന്നെ ഗമ്മുമായിട്ട് ഒട്ടിക്കേണ്ട ഒരു പ്രശ്നം വരുന്നെങ്കിൽ കൂടി നമുക്ക് നോർമലായിട്ട് ലൈറ്റ് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ കഴിയും. പലതരത്തിലുള്ള ബൾബുകൾ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഉജാല, അതുപോലെ തന്നെ ഫിലിപ്സ്, hpl, അങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ LED ആണ് അതിൽ ഫ്യൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഡബിൾ LED ആണ് ഇത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡബിൾ LED നമുക്ക് ഷോർട്ട് ചെയ്ത് എടുത്ത ശേഷം നമുക്കതിനെന്താക്കാൻ പറ്റുമോ, നമുക്കതിനെ നേരാക്കി എടുക്കാൻ മീറ്ററും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോഴുള്ള ഒരു കാര്യം നമ്മൾ നോക്കുന്നത് അപ്പോൾ അതായത് ഇതിപ്പോൾ ഇതിൽ ഓരോ LED ഓരോ പാനൽ എടുത്ത് നോക്കി ഇത്തരത്തിലുള്ള ഓരോ LED ഓരോരോ സിംഗിളായിട്ടുള്ള LEDകളായിരിക്കും കൂടുതലായിട്ടും എല്ലാ പാനലും കാണും. വലുത് അതുപോലെ ട്യൂബ് ലൈറ്റിൻ്റെ വീഡിയോസ് ഞാൻ നോക്കിയിട്ട് ഇടാം. അത് കേടായ ട്യൂബ് ലൈറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം അടുത്ത വീഡിയോ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഷോർട്ടാക്കി നോക്കുന്ന സമയത്ത് ഷോർട്ടായ LED ചെറിയ ഒരു LED ഉണ്ടാവും, സിംഗിൾ LED. ആ LED ഷോർട്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള LED ബൾബും LED ലൈറ്റ് നമുക്ക് കത്തുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് ഒരു സോൾഡറിങ് അയൺ ലെഡ് നമ്മൾ വളരെ കെയർ വേണം. കുട്ടികളൊന്നും ഇത് കൃത്യം അനുകരിക്കാതിരിക്കുകയും ചെയ്യരുത്. കാരണം കറണ്ടാണ്, ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചെറിയൊരു വയറിൻ്റെ നോയ്സ് വരും. നല്ല മഴയാണ് പുറത്ത്, നോയ്സ് ഇതിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. അതിനെല്ലാവരോടും ഞാനതിന് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാം മനസ്സിലാവുന്നവരും മനസ്സിലാവാത്തവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിയും. നമുക്ക് മുതൽ മുടക്കും നമുക്കതിന് ഇല്ലാതെ തന്നെ നമുക്കതിന് വളരെ വൃത്തിയിൽ നമുക്കതിന് ചെയ്തെടുക്കാൻ കഴിയും. നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ വളരെ അപൂർവമായിട്ടാണ് കപ്പാസിറ്ററും റെസിസ്റ്ററിനും നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള LED നമുക്ക് കാണാറുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ LED വാൾ റെസിസ്റ്ററൊക്കെ മാറ്റി കഴിഞ്ഞാലും തരണം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് ഇതാണ് നമ്മൾ സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന പേസ്റ്റ്. അപ്പോൾ സോൾഡറിങ് ചില സമയങ്ങളിൽ ഈ പഴയ ഒരു ലെഡിലേക്ക് സോൾഡറിങ് അയൺ കൃത്യമായിട്ട് പിടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കുറച്ച് ഈ പേസ്റ്റ് ഒന്ന് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ളത്. അപ്പോൾ ഇങ്ങനെ LED ഇതുപോലെ ആ ഒരു നെഗറ്റീവ് പോസിറ്റീവ് 2 പോളുകളാണ് ഉണ്ടാവുക. ആ 2 പോളുകളൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കത്തിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഏകദേശം 90% വരുന്ന ബൾബുകളും
ഇത്തരത്തിൽ കേടായിട്ടാണ് സ്വാഭാവികമായിട്ട് കാണാറുള്ളത്. അപ്പോൾ കേടായ ബൾബുകൾ ആരും വലിച്ചെറിയണ്ട. ആളുകൾക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ തലയിൽ തന്നെ ആണി അടിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പല ആളുകൾക്കും നമ്മളെ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഈ LED നന്നാക്കി എടുക്കുമ്പോൾ എനിക്ക് തന്നെ അത് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ അതൊക്കെ നമ്മൾ എന്താക്കുന്ന നഷ്ടങ്ങളൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഉപകാരം നമുക്ക് തോന്നിയ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കറണ്ടിലാണ് കളിക്കുന്നത്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഇരിക്കുകയും വേണം. ഓക്കെ, വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക.